الحمد لله رب العالمين. الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أيها الناس أوصيكم وإياي بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فبما نقضهم ميثاقهم وكفرهم بآيات الله وقتلهم الأنبياء بغير حق وقولهم قلوبنا غلف بل طبع الله عليها بكفرهم فلا يؤمنون إلا قليلا. وبكفرهم وقولهم على مريم بهتانا عظيما وقولهم إنا قتلنا المسيح عيسى ابن مريم رسول الله وما قتلوه وما صلبوه. സ്നേഹവും ബഹുമാനവും നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സർവ്വലോക രക്ഷിതാവായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ എല്ലാ സന്ദർഭങ്ങളിലും കൃത്യമായി പാലിച്ച് തഖ്വയോടെ ജീവിക്കാൻ എല്ലാ സന്ദർഭങ്ങളിലും ശ്രമിക്കണമെന്ന് എന്നോടും നിങ്ങളോടും വസിയത്ത് ചെയ്യുന്നു. അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ സത്യത്തിൻ്റെ പാതയിലായി, സത്യത്തിൻ്റെ പ്രചാരകരായി, വാഹകരായി മനുഷ്യരിൽ നിന്നും അള്ളാഹു തെരഞ്ഞെടുത്തത് നമ്മെയാണ്, അഥവാ മുസ്ലിങ്ങളെയാണ്. അതുകൊണ്ട് തന്നെ സത്യത്തിന് എല്ലാ ഭാഗത്തു നിന്നും ഇരുളിൻ്റെ ശക്തികളുടെ എതിർപ്പുകളും മർദ്ദന മുറകളും ഉണ്ടായിട്ടുണ്ട്. നിർബാധം അത് തുടർന്നുകൊണ്ടിരിക്കുകയും ചെയ്യുകയാണ്. അള്ളാഹുവിലുള്ള തവക്കുലും അള്ളാഹുവിലുള്ള സമർപ്പണവും അവനിലുള്ള അടിയുറച്ച വിശ്വാസവും തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതവുമാണ് അതിന് പ്രതിരോധം തീർക്കാൻ നമുക്ക് ഏറ്റവും ഉത്തമമായ ആയുധം. നാം ആ ആയുധത്തെ അണിയുകയാണെങ്കിൽ തീർച്ചയായും അള്ളാഹുവിൽ നിന്നുള്ള സഹായം നമുക്ക് നൽകാമെന്നും മുൻപുള്ളവർക്ക് നാം നൽകിയിട്ടുണ്ട് എന്നും അള്ളാഹു നമ്മെ അറിയിക്കുന്നുണ്ട്. ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും ഉള്ള പീഡനങ്ങൾ പല രീതികളിലായി നാം എല്ലാവരും അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് നമ്മുടെ ഫലസ്തീനിലുള്ള, ഗസയിലുള്ള സഹോദരങ്ങൾ. നാളത്തെ അവസ്ഥ ഓരോ രാജ്യക്കാർക്കും ഓരോ പ്രദേശക്കാർക്കും എന്തെന്ന് അറിയില്ലെങ്കിലും
എല്ലാവർക്കുമുണ്ട് ഒരു നെടുവീർപ്പ്. അള്ളാഹു നമ്മെയും എല്ലാ വിശ്വാസിനികളെയും കാത്തുരക്ഷിക്കട്ടെ. ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ മൂത്ത മകനാണ് ഇസ്മായിൽ നബി അലൈഹിസ്സലാം. അദ്ദേഹത്തിൻ്റെ മറ്റൊരു മകനാണ് ഇസ്ഹാഖ് നബി അലൈഹിസ്സലാത്തു വസ്സലാം. പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു പേരെടുത്തു പറഞ്ഞ ഉന്നതന്മാരായ പ്രവാചകന്മാരാണ് ഇബ്രാഹിം നബിയും ഇസ്മായിൽ നബിയും ഇസ്ഹാഖ് നബിയും അദ്ദേഹത്തിൻ്റെ മകൻ യഅ്കൂബ് നബിയും അദ്ദേഹത്തിൻ്റെ മകൻ യൂസുഫ് സിദ്ദീഖ് അലൈഹിമുസ്സലാത്തു വസ്സലാം. ഇതിൽ ഇബ്രാഹിം നബിയുടെ മൂത്ത മകനായ ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ വംശ പരമ്പരയിലാണ് ഖുറൈശികൾ വന്നതും ഹാഷിമി ഉണ്ടായതുമല്ല. അതിൽ നിന്നാണ് നമ്മുടെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു തിരഞ്ഞെടുത്തത്. ഇബ്രാഹിം നബിയുടെ മറ്റൊരു മകനായ ഇസ്ഹാഖ് നബിയുടെ മകൻ ആണ് യഅ്കൂബ് നബി. അദ്ദേഹത്തിലൂടെയാണ് ഇസ്രായേലികളിൽ വന്ന അഥവാ നമ്മുടെ നബി അല്ലാത്ത മറ്റു എല്ലാ നബിമാരെയും അള്ളാഹു തിരഞ്ഞെടുത്തത് ഇസ്രായേലികളിൽ നിന്നാണ്. ഇസ്ഹാഖ് നബിയുടെ മകനായ യഅ്കൂബ് നബിയുടെ മക്കളിൽ നിന്നാണ്. റൂഹുല്ലാഹി ഈസ അലൈഹിസ്സലാത്തു വസ്സലാം വരെയും അങ്ങനെയാണ് തുടർന്നു വന്നത്. യഅ്കൂബ് നബിയുടെ പേരാണ് പരിശുദ്ധ ഖുർആനിൽ നാം പല ആവർത്തി പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്ന യാ ബനി ഇസ്രായീൽ എന്ന വാക്ക്. ഇസ്രായേലിൻ്റെ മക്കളെ എന്നാണ്. യാ ബനി ആദം എന്ന് പറയുന്നത് പോലെയുള്ള വേറൊരു വാക്കാണ് യാ ബനി ഇസ്രായേൽ. യാ ബനി ആദം എന്ന് പറഞ്ഞാൽ ആദമിൻ്റെ മക്കളെ എന്നാണ്, അഥവാ എല്ലാ മനുഷ്യരെയും. യാ ബനി ഇസ്രായേൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് യഅ്കൂബ് നബിയുടെ മക്കളെ എന്നാണ്. അള്ളാഹു അവരെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആനിൽ അവരുടെ കളവും അവരുടെ ചതിവും അവരുടെ വഞ്ചനയും അവരുടെ തട്ടിപ്പും അവരുടെ വെട്ടിപ്പും അവരുടെ എല്ലാവിധത്തിലുള്ള ക്രൂരതകളും എടുത്തു പറഞ്ഞത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് സത്യസന്ധമായി പഠിപ്പിച്ചു എന്ന ഒറ്റ കാരണമാണ് മുസ്ലിങ്ങളോട് മുഅ്മിനുകളോട് അവർക്ക് ശത്രുതയുണ്ടാവാനുള്ള കാരണം. അവരുടെ ചതിവും അവരുടെ കളവും അവരുടെ കൃത്രിമവും അവരുടെ ക്രൂരതയുമെല്ലാം മുൻകാലഘട്ടങ്ങളിൽ അവർ ചെയ്തത് എടുത്തു പറഞ്ഞത് അവർക്ക് സഹിക്കാൻ പറ്റിയില്ല. ആ ശത്രുത അവർ അന്നു മുതൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹു പറഞ്ഞതുപോലെ തജിദന്ന അശദ്ദന്നാസി അദാബത്തൽ ലില്ലദീന ആമനു അൽ യഹൂദ. ആളുകളിൽ വച്ച് മനുഷ്യരിൽ വച്ച് സത്യവിശ്വാസികളോട് ഏറ്റവും കൂടുതൽ ശത്രുതയുള്ളവർ യഹൂദരാണ്. പിന്നീട് വല്ലദീന അശ്റകു ശിർക്ക് ഉള്ളവരാണ്. യഹൂദന്മാരായ ആളുകൾ അഥവാ യഅ്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ മക്കളിലുള്ള 12 മക്കളിൽ നിന്നും ഒരു മകനായ യൂദയിലെ പരമ്പരയാണ് യഹൂദന്മാർ. അവർ അവരുടെ തലമുറകളിൽ വന്ന എല്ലാ പ്രവാചകന്മാരെയും പല നിലയിൽ അവർ ക്രൂരമായ നിലയിൽ കൈകാര്യം ചെയ്തിട്ടുണ്ട്. എന്നാലോ അള്ളാഹു ഇത്ര അധികം അനുഗ്രഹം ചെയ്ത വേറൊരു ജനതയും ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല. അള്ളാഹു തന്നെ പറയുന്നു, യാ ബനി ഇസ്രായേൽ അദ്കുറു നിഅമതി അല്ലതി അൻഅംതു അലൈക്കും വഅന്നി ഫദ്ദൽതുകും അലൽ ആലമീൻ. യാ ബനി ഇസ്രായേൽ, ബനു ഇസ്രായേലുകളെ അഥവാ യഅ്കൂബ് നബിയുടെ മക്കളെ, ഉദ്കുറു നിങ്ങൾ ഓർക്കുക, നിഅമതി ഞാൻ നിങ്ങൾക്ക് ചെയ്ത അനുഗ്രഹം, അല്ലതി അൻഅംതു അലൈക്കും നിങ്ങൾക്ക് ഞാൻ ചെയ്ത അനുഗ്രഹം നിങ്ങൾ ഓർക്കുക. വഅന്നി ഫദ്ദൽതുകും അലൽ ആലമീൻ ലോകരിൽ വച്ച് ഏറ്റവും അനുഗ്രഹം
ശ്രേഷ്ഠത നിങ്ങൾക്ക് ഞാൻ നൽകിയില്ലേ എന്നും അള്ളാഹു അവർക്ക് ചെയ്തു കൊടുത്ത അനുഗ്രഹങ്ങളെ പറ്റി എടുത്തു പറയുന്നുണ്ട്. അപ്പോൾ അള്ളാഹു ഏറ്റവും കൂടുതൽ അനുഗ്രഹം ചെയ്ത ഒരു ജനതയാണ് ഇസ്രായേലികളും അതുപോലെ തന്നെ യഹൂദവർഗവുമെല്ലാം. പക്ഷേ ആ അനുഗ്രഹങ്ങൾക്കെല്ലാം അവർ നന്ദി ചെയ്യേണ്ടതിന് പകരം നന്ദി കേടാണ് അവരിൽ നിന്നും അന്നു മുതൽ ഇന്നുവരെ തുടർന്നു കൊണ്ടിരിക്കുന്നത്. അവരെ ആക്ഷേപിക്കാനും ശപിക്കാനും ഉണ്ടായ കാരണങ്ങൾ വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പല സന്ദർഭങ്ങളിൽ എടുത്തു പറഞ്ഞത് നമുക്ക് കാണാൻ കഴിയും. ഫബിമാ നഖദിഹിം മീസാഖഹും വകുഫ്രിഹിം ബിആയാത്തില്ലാഹി വഖത്ലിഹിമുൽ അംബിയാ ബിഗൈരി ഹഖ്ഖിൻ വഖൗലിഹിം ഖുലൂബുനാ ഗുൽഫുൻ ബൽ തബഅല്ലാഹു അലൈഹാ ബികുഫ്രിഹിം ഫലാ യുഅ്മിനൂന ഇല്ലാ ഖലീല വബികുഫ്രിഹിം വഖൗലിഹിം അലാ മറിയമ ബുഹ്താനൻ അദീമ വഖൗലിഹിം ഇന്നാ ഖത്തൽനൽ മസീഹ ഈസ ഇബ്നു മറിയമ റസൂലല്ലാഹ്. ഒരായത്തിൽ അല്ലാഹു അവരുടെ ക്രൂരതയെപ്പറ്റി അവരുടെ അക്രമത്തെപ്പറ്റി അള്ളാഹു പറഞ്ഞത് ഇങ്ങനെയാണ്. അടുത്തൊരായത്തിൽ കാണാം ലഖദ് സമിഅല്ലാഹു ഖൗലല്ലദീന ഖാലു ഇന്നല്ലാഹ ഫഖീറുൻ വനഹ്നു അഗ്നിയ. മറ്റൊരിക്കൽ അവരുടെ നിഷേധ വാക്ക് ഈ നിലയിലാണ്. വേറൊരിക്കൽ അവർ പറഞ്ഞു അള്ളാഹുവിനെ നേരിട്ട് നീ ഞങ്ങൾക്ക് കാട്ടിത്തരാതെ മൂസ നിന്നിൽ ഞങ്ങൾ വിശ്വസിക്കില്ല. അവരുടെ പ്രവാചകനാണ് മൂസ നബി, അവരുടെ പ്രവാചകനാണ് ഈസാ നബി, അവരുടെ പ്രവാചകനാണ് ദാവൂദ് നബി, സുലൈമാൻ നബി, അല്യസ, ഇങ്ങനെയുള്ള പ്രവാചകന്മാരെല്ലാം. പക്ഷേ ഈ പ്രവാചകന്മാരിലൊന്നും ഇവർ സത്യസന്ധമായി വിശ്വസിക്കുന്നില്ലെന്നു മാത്രമല്ല അവരെ കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുകയും കൈകാര്യം ചെയ്യുകയും ചെയ്തു. ഫബിമാ നഖദിഹിം മീസാഖഹും, ഏത് വിഷയങ്ങളിൽ അവരുമായി കരാറിലേർപ്പെട്ടോ ആ കരാർ അവർ പൊളിക്കാതിരിക്കുകയില്ല. പൊളിക്കും. അവർ അള്ളാഹുവിനോട് കരാർ ചെയ്താൽ അത് പൊളിക്കും. പ്രവാചകന്മാരോട് ചെയ്ത കരാറുകൾ അത് പൊളിക്കും. ലോകത്തുള്ള മറ്റാളുകളോട് ഏതെങ്കിലും നിലയിൽ കരാറുകൾ ചെയ്തോ അതവർ പൊളിക്കാതിരിക്കില്ല. അവർ ശാപത്തിനർഹരാവാനുള്ള കാരണങ്ങളെ അള്ളാഹു എടുത്തു പറഞ്ഞത് കരാർ പൊളിയന്മാരാണവർ. വകുഫ്രിഹിം ബി ആയാത്തില്ല, അള്ളാഹുവിൻ്റെ തെളിവുകളെ ദൃഷ്ടാന്തങ്ങളെ നിഷേധിക്കുന്നവരാണ് യഹൂദന്മാർ. ഏതെല്ലാം നിലയിലുള്ള തെളിവുകൾ അവർക്ക് കാട്ടിക്കൊടുത്താലും അതിനെല്ലാം അവർ തള്ളിക്കളയും. അവരെ കൈകാര്യം ചെയ്ത് നശിപ്പിച്ചു കൊന്നുകൊണ്ടിരുന്ന ഖിബ്തികളെ അവരുടെ മുന്നിൽ വച്ച് അവർ നോക്കി നിൽക്കവേ നൈൽ സമുദ്രത്തിൽ മുക്കിക്കൊന്ന രക്ഷിതാവിനോട് അനുഗ്രഹവും നന്ദിയും പ്രകടിപ്പിക്കേണ്ടതിന് പകരം അവരുടെ വാക്ക് യാ മൂസ ലൻ നുഅ്മിന ലക ഹത്താ നറല്ലാഹ ജഹറ, മൂസ നിന്നിൽ ഞങ്ങൾ വിശ്വസിക്കാൻ പോകുന്നില്ല, അള്ളാഹുവിനെ നീ ഞങ്ങൾക്ക് നേരിട്ട് കാട്ടിത്തന്നാലല്ലാതെ. ഇത്രയും വലിയ തെളിവിന് എന്തു വേണം ആ മഹാപ്രവാചകൻ അള്ളാഹുവിൻ്റെ ദൂതനും റസൂലുമാണ് എന്നതിന്. മരുഭൂമിയിലൂടെ 40 വർഷത്തോളം അവർ അലഞ്ഞ് തിരിഞ്ഞ് നടന്നപ്പോൾ അവർക്ക് മന്നും സൽവയും ഉന്നതനായ പ്രവാചകന്റെ പ്രാർത്ഥനാ മുഖേന അള്ളാഹു ഇറക്കിക്കൊടുത്തു. അവർ അതിന് നന്ദികേട് കാണിക്കുകയും പ്രവാചകനോട് ഞങ്ങൾക്കിതൊന്നും പോരാ, വല്ല ചീരയും കടലയും പയറുമൊക്കെ ഞങ്ങൾക്ക് മതി, മിൻ ബഖലിഹാ വഖിസ്സാഇഹാ വഫൂമിഹാ വഅദസിഹാ വബസലിഹാ, ഇതൊക്കെയാണ് അവർ ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നത്. അവരുടെ ജീവിത കാലഘട്ടത്തിൽ തന്നെ അവരോട് അക്രമം ചെയ്തുകൊണ്ടിരുന്ന അക്രമിയായ രാജാവിനെ കൊല്ലാൻ വേണ്ടി അള്ളാഹു സൈന്യങ്ങളെ നിയോഗിക്കുകയും തെരഞ്ഞെടുക്കുകയും അങ്ങനെ ചെയ്യുകയും ചെയ്തിട്ടും അവർ നന്ദി കാണിക്കുന്നതിന് പകരം വീണ്ടും നന്ദികേടാണ് അവർ ചെയ്തുകൊണ്ടിരുന്നത്. നിർബാധം അത് ഇന്നും തുടർന്നുകൊണ്ടേയിരിക്കുന്നു. വഖത്ലിഹിമുൽ അംബിയാ, യഹൂദന്മാർ പ്രവാചകന്മാരെ കൊല്ലുന്നവരാണ്. കൊന്നിട്ടുണ്ട്. 70ഓളം പ്രവാചകന്മാരെ
കൊന്ന ദുഷ്ടവർഗമാണ് ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന യഹൂദന്മാരും അവരുടെ തലമുറകളും. കൊലയും അക്രമവുമാണ് അവരുടെ ജന്മവാസന തന്നെ. പലിശയാണ് അവരുടെ സമ്പത്തിൻ്റെ അടിസ്ഥാനം. മുസ്ലിങ്ങൾ എന്നല്ല, അവർക്ക് മേധാവിത്വം ലഭിക്കുന്നതിന് ഏത് വിധത്തിലുള്ള ക്രൂരതയും അക്രമവും അവർ അന്നും ഇന്നും നടത്തിയിട്ടുണ്ട്, നടത്തിക്കൊണ്ടേയിരിക്കുന്നു. അള്ളാഹുവിനെ അംഗീകരിക്കാനോ അള്ളാഹുവിനെ അനുസരിക്കുന്നതിനോ പകരം അവർ സ്വന്തം അവരിലുള്ള ഒരു പിഴച്ചവന്റെ ദൈവത്തെ അംഗീകരിച്ച് പശുക്കുട്ടിയെ ദൈവമായി അംഗീകരിച്ചുണ്ടാക്കി ആരാധിച്ച നശിച്ച വർഗമാണിവർ. മൂസാ നബി എന്നല്ല, സുലൈമാൻ നബി എന്നല്ല, ദാവൂദ് നബി എന്നല്ല, സക്കരിയ നബി എന്നല്ല, യഹ്യ നബി എന്നല്ല, എല്ലാവരോടും അവസാനം ഈസാ മസീഹിനോടും പിന്നീട് നമ്മുടെ പ്രവാചകനോടും അവരുടെ നിലപാടുകൾ അള്ളാഹുവിൻ്റെ കൽപ്പനയ്ക്ക് വിപരീതമായിരുന്നു, എതിർപ്പ് പ്രകടിപ്പിച്ചുകൊണ്ടുള്ളതായിരുന്നു. ഇസ്ലാമിനോട് അവർക്കുള്ള ദേഷ്യം ഇതെല്ലാം പുറത്തു കൊണ്ടുവന്നു എന്നതാണ്. ഇസ്ലാം മനുഷ്യനെ സത്യവിശ്വാസത്തിലേക്കും അനുസരണത്തിലേക്കും ഇഖ്ലാസിലേക്കും ക്ഷണിക്കുമ്പോൾ യഹൂദൻ കുഫറിലേക്കും കളവിലേക്കുമാണ് ക്ഷണിക്കുന്നത്. ഇസ്ലാം മനുഷ്യനെ കാരുണ്യത്തിലേക്കും നന്മയിലേക്കും ഉപകാരങ്ങളിലേക്കും ക്ഷണിക്കുമ്പോൾ യഹൂദൻ ക്ഷണിക്കുന്നത് കഠിന ഹൃദയമുള്ള അവസ്ഥയിലേക്കും ശത്രുത പ്രകടിപ്പിക്കുന്നതിനും അക്രമം കാണിക്കുന്നതിലേക്കുമാണ് യഹൂദന്റെ ദഅവത്തും അവന്റെ പ്രവർത്തനവും. ഇസ്ലാം മനുഷ്യനെ വധിക്കുന്നത് നിരോധിക്കുകയും അത് തടയുകയും ചെയ്യുമ്പോൾ യഹൂദൻ പ്രവാചകന്മാരുടേതും സത്യം പ്രബോധനം ചെയ്യുന്ന ദാഇകളെയും അവർ കൊല്ലുകയും അവരുടെ രക്തങ്ങളെ അവർ ചിന്തുകയും ചെയ്യുന്നു. ഇസ്ലാം കളവിനെയും മറ്റുള്ളവരുടെ സമ്പത്ത് പിടിച്ചെടുക്കുന്നതിനെയും പിടിച്ചുപറിക്കുന്നതിനെയും മറ്റുള്ളവരുടെ ഭൂമിയും മറ്റു വീടുകളും നശിപ്പിക്കുന്നതിനെയും പിടിച്ചെടുക്കുന്നതിനെയും നിരോധിക്കുമ്പോൾ യഹൂദൻ ഇതെല്ലാം അനുവദിക്കുന്നു. മറ്റാളുകളുടെ വീടുകൾ പിടിച്ചെടുത്ത് അവിടെ അവനവൻ്റെ വീട് പോലെ ധിക്കാരപൂർവ്വം താമസിക്കുന്നു. വ്യഭിചാരത്തെയും അതുമായി ബന്ധപ്പെട്ടതിനെയും ഇസ്ലാം കർശനമായി തടയുമ്പോൾ, നിരോധിക്കുമ്പോൾ ഇതെല്ലാം അനുവദിക്കുന്ന രീതിയാണ് അവർക്കുള്ളത്. ഇതോടൊപ്പം തന്നെ ഈ ക്രൂര ജനത പറയുന്നു, നഹ്നു അബ്നാഉല്ലാഹി വ അഹിബ്ബാഹു, ഞങ്ങളാണ് അല്ലാഹുവിന്റെ മക്കള്, ഞങ്ങളാണ് അല്ലാഹുവിന്റെ ഇഷ്ടക്കാര്. വിരോധാഭാസം. എല്ലാവിധത്തിലുള്ള തോന്യാസങ്ങളും ചെയ്യുകയും അതോടൊപ്പം തന്നെ ഇങ്ങനെ അവർ പറയുകയും ചെയ്യും, ലൻ യദ്ഖുലൽ ജന്നത ഇല്ലാ മൻ കാന ഹൂദൻ ഔ നസാറ തിൽക അമാനിയുഹും. അവർ പറയുന്നു ലോകരിൽ നിന്നും യഹൂദനെ സ്വർഗത്തിൽ പോകും, അവരുടെ വാദമതാണ്, പിന്നെ കൂടെ മറ്റോമാരും. അള്ളാഹു പറയുന്നു തിൽക അമാനിയുഹും, അതൊക്കെ അവരുടെ പൂതി മാത്രമാണ് പ്രവാചകരെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ എൻ്റെ സഹോദരങ്ങളെ, ഈ ഒരു വിഭാഗത്തെ അറിയുക എന്നതും അവരുടെ സ്വഭാവവും അവരുടെ നീചമായ സംസ്കാരവുമൊക്കെ അറിയുക എന്നത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം മറ്റ് ഏത് വസ്തുക്കളെ പോലെ അറിയൽ നിർബന്ധമായ ഒരു ഘട്ടത്തിലൂടെയാണ് നാം പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ സഹോദരങ്ങൾ ഒരു തെറ്റും ചെയ്യാതെ ആ നാട്ടിൽ ജനിച്ചു എന്നത് മാത്രമാണ് അവർ ചെയ്തത്. അവരുടെ മുൻഗാമികളായ ആളുകൾക്ക് അല്പം ഒന്ന് വിശ്രമിക്കാനുള്ള കുറച്ച് സ്ഥലം 1088 വർഷം മുമ്പ് അവർ നൽകി എന്നതുമാണ്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ക്രൂരമായി കൊല ചെയ്യപ്പെട്ട് ആട്ടിയോടിക്കപ്പെട്ട ഒരു ജനതയ്ക്ക് ഇസ്ലാം എന്ന അനുഗ്രഹം, ഇസ്ലാമിൻ്റെ തനതായ ശൈലി മനസ്സിലാക്കിയ മുൻഗാമികളായ അവിടെ ഫലസ്തീനിൽ ജീവിച്ചു കൊണ്ടിരുന്ന ആളുകൾ അവർക്ക് തലചായ്ക്കാൻ സ്ഥലവും സൗകര്യങ്ങളും കൊടുത്തത് കൊണ്ട് ഇന്നത്
തലയിൽ കയറി ഇരുന്ന് ചെവി കടിച്ചു തിന്നുന്നതിലപ്പുറമായി അവിടെ താമസിച്ചു കൊണ്ടിരുന്ന ആളുകളെ ആട്ടി ഓടിച്ച് ആ വീടുകളും സ്ഥലങ്ങളും ഏറ്റെടുത്ത് എന്ന് മാത്രമല്ല, ഫലസ്തീനിൻ്റെ ഒരു അറ്റത്തേക്ക് മാറി ഗസയിൽ മാത്രമായി താമസിക്കുന്നവരെ പോലും നിർബാധം ക്രൂരമായും അക്രമമായും കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്നു. ഇന്നിപ്പോൾ നാം ഈ സംസാരിക്കുന്ന സമയങ്ങളിൽ പോലും നമുക്കതിൻ്റെ യാതനയും വേദനയും അറിയില്ല. കാരണം നാം ഇപ്പോൾ സുഖത്തിലാണ്. നമുക്കൊക്കെ അൽഹംദുലില്ലാഹ് വീടുണ്ട്, സൗകര്യങ്ങളുണ്ട്, അത്യാവശ്യം സ്വാതന്ത്ര്യമുണ്ട്, ഒരു പ്രയാസവും പ്രശ്നവുമില്ല. അവർ നല്ല നിലയിൽ ഉറങ്ങിയിട്ട് എത്ര വർഷമായി എന്നറിയണോ? 80-88 വർഷമായി അവരുടെ മുൻഗാമികളടക്കം. തലമുറകളായി അവർ സ്വാതന്ത്ര്യം അനുഭവിച്ചിട്ട് പോളണ്ട് പോലെയുള്ള പല രാജ്യങ്ങളിൽ നിന്നും അവർ വന്ന് ചില തെമ്മാടി രാഷ്ട്രങ്ങളുടെ സഹായത്താൽ ആധിപത്യം സ്ഥാപിച്ച് മുസ്ലിങ്ങളുടെ വീടുകളും കൃഷിസ്ഥലങ്ങളും അവരുടെ മറ്റ് സൗകര്യങ്ങളെല്ലാം ബലം പ്രയോഗിച്ച് പിടിച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ വർഷങ്ങളെല്ലാം. ഒരു ഇല്ലാതെ വന്നപ്പോഴാണ് ചെറിയ നിലയുള്ള പ്രതിരോധം പോലും ഉണ്ടായത്. ഖുൽ ഹൽ ഉനബ്ബിഉകും ബിശർരിൻ മിൻ ദാലിക മസൂബത്തൻ ഇൻദല്ലാഹി മൻ ലഅനഹുല്ലാഹു വഗളിബ അലൈഹി. അള്ളാഹുവിൻ്റെ അടുക്കൽ പ്രതിഫലത്തിൽ ഏറ്റവും മോശമായ ഒരു വിഭാഗം ആരാണെന്ന് നബിയെ ഞാൻ പറഞ്ഞു തരട്ടെയോ? ഒരാളാണ് ലഅനഹുല്ലാഹു വഗളിബ അലൈഹി. അള്ളാഹുവിൻ്റെ ശാപവും അള്ളാഹുവിൻ്റെ കോപവും ഏറ്റുവാങ്ങിയ ആൾ ആരാണോ അവർ യഹൂദരാണ്. നാം നിസ്കാരത്തിൽ 5 നേരവും മറ്റു സുന്നത്ത് നിസ്കാരങ്ങളിലുമൊക്കെ ഈ പിഴച്ച വർഗത്തിൻ്റെ, ശാപം കിട്ടിയ വർഗത്തിൻ്റെ വഴിയിലേക്ക് നമ്മെ ചേർക്കരുത് തമ്പുരാനെ എന്ന് നിരന്തരമായി പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കുകയാണ്. പക്ഷെ ലോകാവസാനവുമായി ബന്ധപ്പെട്ടുള്ള ചില സംഗതികളാണ് നടക്കുന്നതെങ്കിലും നമ്മുടെ ദൃഷ്ടിയിലേക്ക് നമുക്ക് നേരിട്ട് വരുമ്പോൾ സഹോദരങ്ങളെ, തഖ്വ നമ്മിൽ നിന്നും മൊത്തത്തിൽ നഷ്ടപ്പെട്ടു എന്നത് ഇതിൻ്റെ എല്ലാം അടിസ്ഥാന കാരണമാണ്. അത് ഫലസ്തീനികളാണെങ്കിലും നമ്മളാണെങ്കിലും ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തുള്ള മുസ്ലിങ്ങളിൽ നിന്നും എന്തെങ്കിലുമൊക്കെ കുറെ കാര്യങ്ങളിൽ വിശ്വസിക്കുന്നു എന്നല്ലാതെ അള്ളാഹു നമ്മോട് കൽപ്പിച്ചതുപോലെയുള്ള പ്രവർത്തനങ്ങളോ ജീവിത രീതിയോ പ്രവാചകന്മാർ നമ്മെ നയിച്ച വഴിയിലേക്കോ അവരും നാമും നടക്കാൻ തയ്യാറല്ല. അങ്ങനെ വന്നപ്പോഴാണ് അള്ളാഹു പല നിലയിലുള്ള കയ്യേറ്റങ്ങൾക്ക് സാധ്യതകൾ ഉണ്ടാക്കി കയ്യേറ്റം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി ഞാനും നിങ്ങളും സ്വതന്ത്രരാണോ, സ്വസ്ഥരാണോ? നമ്മുടെയും കയ്യിലിരിപ്പിൻ്റെ അള്ളാഹുവിനോടുള്ള ധിക്കാരത്തിൻ്റെ പരിധി കഴിയുമ്പോൾ പല നിലയിലുള്ള നിയമങ്ങളും നൂലാമാലകളും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് മുറുക്കാൻ വേണ്ടി കഴുത്ത്. നമ്മുടെ മഹാരാജ്യത്ത് പോലും പല ഭാഗങ്ങളിലും പൊളിക്കലും പീഡനങ്ങളും ഇറക്കിവിടലും ഒക്കെ നിലവിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഇപ്പോൾ അതൊന്നും നാം അറിയുന്നില്ല, കാരണം നമ്മുടെ മേത്തേക്ക് അത് വന്നിട്ടില്ല. വരുമെന്ന് തോന്നിയപ്പോഴാണ് നമ്മളെല്ലാവരും പ്രകടനങ്ങളും അല്ലാതെയും ആ കാര്യങ്ങളും ഇക്കാര്യങ്ങളൊക്കെ ആയിട്ട് 2-3 വർഷം മുമ്പ് ഇറങ്ങിയത് NRCക്കും CAA-ക്കൊക്കെ എതിരിൽ. കാരണം അത് പെട്ടെന്ന് നമ്മളെയും കൂടി ഒറ്റയടിക്ക് ഏൽക്കുമെന്ന് കണ്ടപ്പോൾ നമ്മളെല്ലാവരും ഒന്നിറങ്ങി ഒരു സിന്ദാബാദൊക്കെ വിളിച്ചു. അതിൻ്റെ പണി പല ഭാഗങ്ങളിലും നടന്നുകൊണ്ടിരിക്കുകയാണ്, ചില സ്ഥലങ്ങളിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എത്രയോ ആയിരങ്ങളാണ് നമ്മുടെ രാജ്യത്തും വീടുകളില്ലാതെ, ഉണ്ടായിരുന്ന വീടുകൾ പൊളിച്ചു കളഞ്ഞ് കിടക്കാൻ ഒരു ഇടമില്ലാതെ കഷ്ടപ്പാടിലായി കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന നിലവിലെ അവസ്ഥ. ഇന്നിപ്പോൾ ഫലസ്തീനിലാണ് എന്ന് വിചാരിച്ച് നാം സമാധാനപ്പെടേണ്ടതില്ല. നമ്മുടെ കയ്യിൽ നിന്നും വന്നു പോയ ഈ നഷ്ടപ്പെട്ട ഈ സമ്പത്തുണ്ടല്ലോ, അഥവാ തഖ്വ,
അള്ളാഹുവിനെ അനുസരിച്ച് അവനെ ഭയപ്പെട്ട് ജീവിക്കുക എന്ന ആ അടിസ്ഥാന ലക്ഷ്യത്തിൽ നിന്നും നമ്മൾ മാറിയതാണ് നമുക്ക് ഇതെല്ലാം ലോകാടിസ്ഥാനത്തിൽ തന്നെ സംഭവിക്കുന്നത്. അള്ളാഹു തന്നെ ഖുർആനിൽ പറഞ്ഞു, വദ്കുറൂ മാ ഫീഹി ലഅല്ലക്കും തത്തഖൂൻ. യഹൂദരോടും ഇസ്രായേലുകളോടുമാണ് പറഞ്ഞത്. അത് നമ്മളോടും ഇത് തന്നെയാണ് റബ്ബിൻ്റെ വാക്ക്. നിങ്ങൾ മുത്തഖീകളായി എൻ്റെ വിശുദ്ധ ഗ്രന്ഥങ്ങളിൽ ഉള്ളതുപോലെ നിങ്ങളുടെ ജീവിതത്തെ നന്നാക്കി തീർത്താൽ തീർച്ചയായും നിങ്ങളെ നാം സംരക്ഷിക്കും. സംരക്ഷിച്ച എത്രയോ ഉദാഹരണങ്ങൾ ഖുർആനിൻ്റെ അനവധി സ്ഥലങ്ങളിലുണ്ട്. നമ്മുടെയൊക്കെ ചരിത്രങ്ങളിൽ തന്നെ ബദറുണ്ട്, ഉഹദുണ്ട്. ഇസ്രായേലികളുടെ സംഭവങ്ങളിലാണെങ്കിൽ, ചരിത്രങ്ങളിലാണെങ്കിൽ പോലും ദാവൂദ് ജാലൂത്തുമായി നടന്ന സംഘട്ടനമുണ്ട്. ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാമുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട്. തഖ്വയിൽ അധിഷ്ഠിതമായി ആര് ജീവിക്കാൻ തയ്യാറാവുന്നോ അവരുടെ എതിരാളികളെ തീർച്ചയായും അള്ളാഹു വ്യത്യസ്തങ്ങളായ നടപടികളിലൂടെ കൈകാര്യം ചെയ്യാതിരിക്കില്ല. നൂഹ് നബിയുടെ ജനതയെ അള്ളാഹു മുഴുവൻ വെള്ളത്തിലായി മുക്കിക്കൊന്നു. മൂസാ നബിയോട് ശത്രുത പ്രകടിപ്പിച്ച, ഇസ്രായേലികളോട് ശത്രുത പ്രകടിപ്പിച്ച, അവരെ ക്രൂരമായി മർദ്ദിച്ചു കൊണ്ടിരുന്ന ഖിബ്തികളെയും അള്ളാഹു നൈലിൽ തകർത്ത് കളഞ്ഞു. ലൂത്ത് നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ജനതയെ അള്ളാഹു ആ പ്രദേശം തന്നെ ആകാശത്തേക്ക് ഉയർത്തി തല കീഴായി മറിച്ച് അത് നശിപ്പിച്ചു കളഞ്ഞു. ഇന്നും ആ രാജ്യം അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തം എന്ന നിലയിൽ നമ്മുടെ മുന്നിലുണ്ട്. ബഹ്റുൽ മയ്യിത്ത് എന്നോ അല്ലെങ്കിൽ ചാവുകടലോ എന്ന പേരിലൊക്കെ അറിയപ്പെടുന്ന. അതുപോലെ തന്നെ ഏതെല്ലാം പ്രവാചകന്മാർ ശുഐബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ജനതയെ ഘോരമായ അട്ടഹാസം മുഖേന നശിപ്പിച്ചു കളഞ്ഞു. ശക്തമായ ശബ്ദം മുഖേന, കൊടുങ്കാറ്റ് കൊണ്ടും ഭൂമി കുലുക്കം കൊണ്ടും ചരൽക്കൽ എറിയൽ കൊണ്ടും എത്രയെത്രയോ ആളുകളെയാണ് അള്ളാഹു തകർത്ത് കളഞ്ഞത്. നേരം വെളുത്തപ്പോൾ അവരെല്ലാവരും വെറും വെട്ടിയിട്ട ഈത്തപ്പന തടികൾ പോലെ മലർന്നു കിടക്കുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. തഖ്വയുള്ള ആളുകളോട് അവരുടെ പ്രാർത്ഥന മുഖേന അള്ളാഹു കൈകാര്യം ചെയ്താണിതെല്ലാം. അള്ളാഹുവിൽ നിന്നുള്ള സഹായം കിട്ടാതെ ഫലസ്തീനിലാകട്ടെ, ഇന്ത്യയിലാകട്ടെ, അമേരിക്കയിലാകട്ടെ, ഖത്തറിലാകട്ടെ, സൗദിയിലാകട്ടെ, എവിടെയാണെങ്കിലും രക്ഷപ്പെടാൻ ഒരു നിർവാഹവും ഇല്ല. എല്ലാ നിലയിലും ഒത്താശകളും സൗകര്യങ്ങളും ഒക്കെ അവിടെയും ഇവിടെയും നിന്ന് ചെയ്തുകൊണ്ടിരുന്ന ആളുകളുടെ തലയിൽ പോലും കൊണ്ടുവന്നിട്ട് നമുക്കറിയാം. അവരുടെയും ഇവരുടെയും ആളാ, രണ്ടുപേരെയും സമന്വയിപ്പിക്കാനാണ് ചർച്ചകളെല്ലാം നടത്തുന്നത്. എന്നിട്ട് എന്തായി? പേരിൽ ഏതെങ്കിലും ഒരു അറബി വാക്കോ അല്ലെങ്കിൽ ഖുർആനിൽ നിന്നുള്ള ഏതെങ്കിലും ഒരു ആയത്തിൻ്റെ പാരായണമോ അല്ല അള്ളാഹു നമ്മിൽ നിന്ന് ഉദ്ദേശിക്കുന്നത്. മറിച്ച് നാം ഒക്കെ ജീവിക്കുന്ന ഒരു ഖുർആനായി മാറണം, റസൂലിൻ്റെ ജീവിക്കുന്ന ഒരു ചര്യയുള്ളവരായി മാറണം. ഇല്ലെങ്കിൽ അല്ല പറഞ്ഞതുപോലെ മസലുല്ലദീന ഹുമ്മിലു തൗറാത്ത സുമ്മലം യഹ്മിലുഹാ കമസലിൽ ഹിമാർ. തൗറാത്ത് വാങ്ങിയിട്ട് അല്ലെങ്കിൽ ഖുർആൻ വാങ്ങിയിട്ട് അല്ലെങ്കിൽ ഇഞ്ചീൽ വാങ്ങിയിട്ട് അത് ഏറ്റെടുത്ത് ചുമന്ന് നടക്കുന്ന ആളുകളുടെ ഉദാഹരണം കഴുത പോലെയാണ്. യഹ്മിലു അസ്വാറ. അതിങ്ങനെ കുറേ ഗ്രന്ഥക്കെട്ട് അല്ലെങ്കിൽ കുറേ ഭാരം അതിൻ്റെ മുകളിൽ വച്ച് ചുമക്കുന്നു എന്നല്ലാതെ ഇതെന്തിനാണ് ചുമക്കുന്നതെന്നോ എങ്ങോട്ടാണ് ഇത് കൊണ്ടുപോകുന്നതെന്നോ ഇതിൻ്റെ ഉള്ളിൽ എന്താണെന്നൊന്നും കഴുതയ്ക്കറിയില്ലല്ലോ. അള്ളാഹു പറഞ്ഞ ജുമാ അധ്യായത്തിലൂടെ മസലുല്ലദീന ഹുമ്മിലു തൗറാത്ത് ഏറ്റെടുത്ത ആളുകൾ സുമ്മലം യഹ്മിലൂഹ, എന്നിട്ട് തൗറാത്ത് അനുസരിച്ചവർ ജീവിച്ചില്ല. ഖുർആൻ ഏറ്റെടുത്ത ആളുകൾ ഖുർആൻ അനുസരിച്ചവർ ജീവിച്ചില്ല. കമസലിൽ ഹിമാരി, കഴുത പോലെയാണ്. നാം ആ പറയാറ്, എടാ നീ വല്ല കഴുതയാണോ എന്ന് പറയുന്നത് എപ്പോഴാണ്? കഴുതയുടെ പ്രവൃത്തി അവനിൽ നിന്ന് വരുമ്പോഴാണ്. എന്താ കഴുതയുടെ പ്രവൃത്തി? ഒരു ലക്ഷ്യബോധമില്ലാതെയുള്ള ജീവിതം. ഖുർആൻ ഏറ്റിട്ട്, തൗറാത്ത് ഏറ്റിട്ട്, ഇഞ്ചീൽ ഏറ്റിട്ട്, സബൂർ ഏറ്റിട്ട് അതനുസരിച്ച് ജീവിക്കാത്ത ആളുകളെ അള്ളാഹു പറയുന്നു അക്രമികളാണ്, അവരെ നാം നേർവഴിയിലാക്കുകയേ ഇല്ല.
ഞങ്ങൾ അള്ളാഹുടെ ആളാണ് എന്ന് യഹൂദൻ പറയുന്നത് പോലെ നാം പറഞ്ഞതുകൊണ്ട് ഒരു കാര്യവുമില്ല. നടപടികൾ ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ അടുക്കലും വരും. വരാനുള്ള കാരണം നമ്മിൽ നിന്നും ജീവിത വിശുദ്ധി എല്ലാ മേഖലകളിലും നഷ്ടപ്പെട്ടു എന്നതാണ്. അവർക്ക് വന്നതുമതേ, നമുക്ക് വന്നതുമതേ, ഇനി വരാനുണ്ടെങ്കിൽ അതുമതേ. എൻ്റെ സഹോദരങ്ങളെ, അതിനു മുമ്പ് നാം അള്ളാഹുവിലേക്ക് മടങ്ങുക, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നവരാവുക. അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കാനുള്ള വഴി വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും അല്ലാതെ വേറൊന്നുമില്ല. നാം ഈ കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങളൊന്നും നമ്മെ നേരായ വഴിയിലേക്ക് നയിക്കാനുള്ളതല്ല. അതെല്ലാം പിശാച് അവൻ്റെ ആളുകളെ കൊണ്ട് നമ്മെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന ചില കോലാഹലങ്ങൾ മാത്രമാണത്. അള്ളാഹുവും റസൂലും പറഞ്ഞതല്ല നാം ഈ ചെയ്യുന്ന ആരാധനകളിൽ മിക്കതും. ആർക്കൊക്കെയോ വേണ്ടി എന്തൊക്കെയോ ചെയ്യുന്നു ചെയ്യുന്നു എന്നല്ലാതെ, ഇതെല്ലാം അള്ളാഹുവിനാണെന്ന് നാം ധരിക്കുന്നു എന്നല്ലാതെ അതൊന്നും അള്ളാഹുവിലേക്ക് എത്തുന്നേയില്ല. കാരണം ഇതൊന്നും അള്ളാഹുവോ പ്രവാചകന്മാരോ നമ്മെ പഠിപ്പിച്ചതുമല്ല, അല്ലാത്തതുകൊണ്ട്. അതുകൊണ്ട് അതേപോലെയുള്ള ഒരു ഗതികേട് നമുക്ക് വരുന്നതിന് മുമ്പ് പല ഭാഗത്തും നമ്മുടെ ഈ രാജ്യത്തും വന്നിട്ടുണ്ട്. നമ്മിലേക്കെങ്കിലും വരുന്നതിന് മുമ്പ് അള്ളാഹു നമുക്ക് നൽകിയ വാഗ്ദാനം നാം പൂർണ്ണമായും സ്വീകരിക്കാൻ തയ്യാറാവുക. അതിനുള്ള വഴി അള്ളാഹുവിലേക്ക് അടുക്കലല്ലാതെ, ഖുർആൻ പഠിക്കലല്ലാതെ, തിരുമേനിയെ അറിയലല്ലാതെ, ആ ജീവിതത്തെ ഉൾക്കൊള്ളലല്ലാതെ വേറൊന്നുമില്ല എന്ന് നാം മനസ്സിലാക്കുക. അല്ലാതെ ഞങ്ങൾ അള്ളാഹുവിൻ്റെ ഇഷ്ടക്കാരാണ്, ഞങ്ങൾ അള്ളാഹുവിൻ്റെ അടുപ്പമുള്ള ആളുകളാണ്, ഞങ്ങൾ മുസ്ലിങ്ങൾക്കാണ് ഒരു അള്ളാഹിൻ്റെ രക്ഷയുള്ളത് എന്ന് നാവ് കൊണ്ട് പറഞ്ഞതുകൊണ്ട് വിശ്വാസികളെ ഒരു രക്ഷയും നമുക്കൊരു മേഖലയിലും കിട്ടാനില്ല. നാം ഒക്കെ സാമ്പിൾ എന്ന നിലയിൽ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണിപ്പോൾ. അള്ളാഹു അവരെയും നമ്മെയും എല്ലാ മുസ്ലിങ്ങളെയും അള്ളാഹു എല്ലാവിധത്തിലുള്ള പീഡനങ്ങളിൽ നിന്നും, പ്രയാസങ്ങളിൽ നിന്നും, അക്രമികളിൽ നിന്നും, ദുഷ്ടജനതകളിൽ നിന്നും അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അൽഹംദുലില്ലാ നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനസ്തഹ്ദീഹി വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ല ലഹു വമൻ യുദ്ലിൽ ഫലാ ഹാദിയ ലഹു വഅശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അർസലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി വലൗ കരിഹൽ മുശ്രികൂൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أيها الناس أوصيكم وإياي بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وعد الله الذين آمنوا منكم وعملوا الصالحات ليستخلفنهم في الأرض كما استخلف الذين من قبلهم وليمكنن لهم دينهم الذي ارتضى لهم وليبدلنهم من بعد خوفهم أمنا يعبدونني لا يشركون بي شيئا ومن كفر بعد ذلك فأولئك هم الفاسقون. സ്നേഹവും ബഹുമാനവും നിറഞ്ഞ വിശ്വാസികളെ, വിശ്വാസിനികളെ, സർവ്വലോക രക്ഷിതാവായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കൃത്യമായി പാലിച്ച് തഖ്വയോടെ ജീവിക്കാൻ കഴിവിൽ പരമാവധി ശ്രമിക്കണമെന്ന് എന്നോടും നിങ്ങളോടും വസിയത്ത് ചെയ്യുന്നു. അള്ളാഹു അന്നൂർ അധ്യായത്തിൻ്റെ 55-ാമത്തെ ആയത്തിലൂടെ നമുക്കവൻ വാക്ക് നൽകുന്നുണ്ട്, ഗ്യാരണ്ടി നൽകുന്നുണ്ട്, അവൻ എഴുതി ഒപ്പുവെച്ചും കൂടി തരുന്നുണ്ട്. എന്താ? വഅദല്ലാഹുല്ലദീന ആമനു മിൻകും വഅമിലു സ്വാലിഹാത്തി. നിങ്ങൾ വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്താൽ, കണ്ടോ, വിശ്വസിക്കണം പോരാ, സൽക്കർമ്മങ്ങളും ചെയ്യണം. വൽ അസ്ർ അധ്യായം വിശുദ്ധ ഖുർആനിലെ ചെറിയ അധ്യായങ്ങളിൽ പെട്ടതാണ്. പക്ഷെ ഇമാം ഷാഫിഈ റഹിമഹുല്ല പറയാറുണ്ടായിരുന്നു, അത് മതി ഖുർആനിൽ വേറെ ഒന്നും ഇനി അവതരിച്ചിട്ടില്ലെങ്കിലും വൽ അസ്ർ അധ്യായം മാത്രം മതി മനുഷ്യൻ രക്ഷപ്പെടാൻ. അതിൽ അള്ളാഹു പറയുന്നത് ഈമാനും അമലു സ്വാലിഹാത്തുമാണ്. അതേപോലെ തന്നെ അള്ളാഹു പറയുന്നു, നിങ്ങളോട് നാം വാക്ക് നൽകുന്നു,
നിങ്ങൾ വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്താൽ ലയസ്തഖ്ലിഫന്നഹും ഫിൽ അർദി, ഭൂമിയിൽ നിങ്ങളെ ഞാൻ രാജാക്കന്മാരാക്കാം. ഖിലാഫത്ത് നിങ്ങൾക്ക് നാം നൽകാം, ഭൂമിയിൽ നിങ്ങളെ നാം ഉന്നതന്മാരാക്കാം. കമസ്തഖലഫല്ലദീന മിൻ ഖബ്ലിഹിം, നിങ്ങളുടെ മുൻപുള്ള ആളുകൾക്ക് ഭൂമിയുടെ അധികാരവും പ്രാതിനിധ്യവും ഒക്കെ നൽകിയതുപോലെ നിങ്ങൾക്കും നാം നൽകാമെന്ന് അള്ളാഹു ഖുർആനിലൂടെ അറിയിക്കുന്നു. അപ്പോൾ ഖുർആൻ ഇറങ്ങുന്നതിന് മുമ്പും അള്ളാഹു വിശ്വാസികളായ സൽക്കർമ്മം ചെയ്ത ആളുകൾക്ക് ഇതേ വാക്ക് കൊടുത്തിരുന്നു. എന്നിട്ട് അള്ളാഹ് പറയുന്നു, അവർക്ക് കൊടുത്തതുപോലെ സ്ഥാനവും അധികാരവും ഖിലാഫത്തും ഒക്കെ നിങ്ങൾക്ക് ഞാനും നൽകാം. നമ്മളോടാണ് അള്ളാഹു പറയുന്നത്. ഖുർആൻ യഹൂദരുടെ കാലഘട്ടത്തിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു നബിയുടെ കാലഘട്ടത്തിലോ അല്ലല്ലോ ഇറങ്ങിയത്. നമുക്കിറങ്ങി നമ്മോടൊപ്പം ജീവിച്ചിരിക്കുന്ന എല്ലാ വിഭാഗങ്ങൾക്കും ഇത് ബാധകമാണ്. അപ്പോൾ അവർക്ക് നാം കൊടുത്തതുപോലെ നിങ്ങൾക്കും നാം നൽകാം. ഡിമാൻഡുകളിൽ ഒന്ന് വിശ്വാസം വേണം, സൽക്കർമ്മങ്ങൾ ചെയ്യണം. വലയുമക്കിനന്നലഹും ദീനവും, നിങ്ങളുടെ ഈ ദീനുണ്ടല്ലോ ഇസ്ലാം, അത് കൃത്യമായി നിങ്ങൾക്ക് സ്വാതന്ത്ര്യത്തോടെ നല്ല മുസ്ലിമായി ജീവിക്കാനുള്ള സൗകര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരാം. അല്ലദീ ഇർത്തദാലഹും, ആ ദീനാണ് നിങ്ങൾക്ക് ഞാൻ തൃപ്തിപ്പെട്ട് നൽകിയത്. വലയുബദ്ദിലന്നഹും മിൻ ബഅദി ഖൗഫിഹിം അംന, പേടി നിങ്ങൾക്ക് പിടിപെട്ടതിന് ശേഷം അത് നാം മാറ്റി നിങ്ങൾക്ക് നാം അംന്, ഈമാൻ, നിർഭയത്വം, സ്വാതന്ത്ര്യം, സ്വസ്ഥത, സമാധാനം അതും ഞാൻ നൽകാം. നമുക്കൊക്കെ എല്ലാവർക്കും ഇപ്പം ഉണ്ടല്ലോ ചെറിയ ചെറിയ ചില കുറേ പ്രശ്നങ്ങളിലായിട്ട് നമ്മളൊക്കെ നിൽക്കുന്നുണ്ട്. ഇപ്പം അടുത്ത ഏത് നിയമമാണ് വരുന്നത്, ഏതെല്ലാം നൂലാമാലകളാണോ ഇനി കെട്ടിക്കൂട്ടി കൊണ്ടുവരുന്നത് എന്നൊക്കെ നമുക്കൊക്കെ ഒരു എല്ലാവരുടെയും മനസ്സിൻ്റെ ഉള്ളിലുള്ളതാണ്. അതൊക്കെ ഞാൻ മാറ്റിക്കളയാം. വലയുബദ്ദിലന്നഹും മിൻ ബഅദി ഖൗഫിഹിം അംന, പേടിക്ക് ശേഷം നിങ്ങൾക്ക് നാം അംന് നൽകാം. ഒന്ന് ഈമാൻ വേണം, അമലു സ്വാലിഹാത്ത്, സൽക്കർമ്മങ്ങൾ വേണം. അതിനൊന്നുകൂടി അള്ളാഹ് അടിവരയാണ് ഈമാനിന് വേണ്ടി. യഅ്ബുദൂനനി ലാ യുശ്രികൂന ബി ശൈആ, നിങ്ങൾ എന്നെ ആരാധിക്കണം, ഒരു ശിർക്കും അതിൽ പാടില്ല, ഒരു ബിദ്അത്തും അതിലുണ്ടാക്കാൻ പാടില്ല, ഒരു വെട്ടിക്കൂട്ടും അതിലേക്ക് പിന്നെ ചേർക്കാൻ പാടില്ല. എത്ര വലിയവനെന്ന് ആളുകൾ ധരിക്കുന്നവൻ പറഞ്ഞാലും അള്ളാഹുവും റസൂലും പഠിപ്പിച്ചതല്ലാത്തതൊന്നും നിങ്ങൾ അതിലേക്ക് വച്ച് ചേർക്കാനോ കൂട്ടാനോ ഒട്ടിക്കാനോ പറ്റൂല. യഅ്ബുദൂനനി ലാ യുശ്രികൂന ബി ശൈഅ വമൻ കഫറ, അനുസരിക്കാൻ തയ്യാറല്ലേ, ഫഉലൈക ഹുമുൽ ഫാസിഖൂൻ, അവരാണ് തെമ്മാടികൾ. അവരെയാണ് നാം വ്യത്യസ്തങ്ങളായ പല നിലയിലും നാം കൈകാര്യം ചെയ്യുന്നത്. അള്ളാഹ്, സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, നാം മുസ്ലിങ്ങളാണ്. നമുക്കിവിടെയും നാളെ അവിടെയും വാക്ക് അള്ളാഹു നൽകുന്നു. സമാധാനവും സ്വസ്ഥതയും സന്തോഷവും ഖിലാഫത്തും അധികാരവും ഒക്കെ നൽകാമെന്നും വാക്ക് നൽകിയിട്ട് അള്ളാഹു നമ്മോട് പറഞ്ഞ ഒന്ന് രണ്ട് ഡിമാൻഡ് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും എന്തുകൊണ്ട് നമുക്കത് അംഗീകരിക്കാൻ തയ്യാറല്ല? നാം മനസ്സിലാക്കണം. ഇല്ല എങ്കിൽ അള്ളാഹുവിൻ്റെ നടപടി ഈ കാണുന്ന നിലയിലൊക്കെ ആയിരിക്കും. മുമ്പും പലതും നടന്നിട്ടുണ്ട്, സുഖവും ഉണ്ടായിട്ടുണ്ട്, മുമ്പും ദുഃഖവും ഉണ്ടായിട്ടുണ്ട്, ഇപ്പോഴും സുഖവും ഉണ്ടാവുന്നുണ്ട്, ദുഃഖവും ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. ഇനി നമ്മിലേക്കത് വരാതെ കാത്തു സൂക്ഷിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വവും ബാധ്യതയുമാണ്. ഇല്ലെങ്കിൽ നമ്മളും നമ്മുടെ തലമുറകളും ഒക്കെ ഇതിൻ്റെ പിന്നണിയിലായി അനുഭവിക്കേണ്ടി വരും. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലനാ വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, അല്ലാഹുമ്മ ഗ്ഫിർ ലനാ വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അഇസ്സനാ വഅഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല അശ്ശിർക വൽ മുശ്രികീൻ. അല്ലാഹുമ്മ ദമ്മിർ അഅദാഅനാ വഅഅദാഅക വഅഅദാഅദ്ദീൻ. അല്ലാഹുമ്മ ശത്തിത് ശംലഹും, അല്ലാഹുമ്മ ഫർരിഖ് ജംഅഹും, അല്ലാഹുമ്മ സൽസിൽ അഖ്ദാമഹും, അല്ലാഹുമ്മ ഖാലിഫ് ബൈന കലിമാതിഹിം യാ റബ്ബൽ ആലമീൻ. അല്ലാഹുമ്മ അഇസ്സനാ വഅഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ. اللهم أذل اليهود والنصارى والمشركين والمبتدعين والمنافقين يا جبار يا قهار. اللهم إنا نجعلك في نحورهم ونعوذ بك من شرورهم.
اللهم عليك باليهود المعتدين المحتلين اللهم إنا نجعلك في نحورهم اللهم عليك باليهود المعتدين اللهم عليك باليهود المعتدين اللهم عليك باليهود المعتدين يا جبار يا قهار اللهم إنا نجعلك في نحورهم ونعوذ بك من شرورهم اللهم انصرنا عليهم يا خير الناصرين اللهم انصرنا عليهم يا خير الناصرين اللهم انصرنا عليهم يا خير الناصرين اللهم انصر جيوش المسلمين اللهم انصر جيوش المسلمين اللهم طهر مسجد الأقصى من اليهود والنصارى والمشركين يا جبار يا قهار اللهم خلص المسجد الأقصى من الغاصبين ومن الظالمين يا جبار يا قهار اللهم سلمنا اللهم سلم أهلنا اللهم سلم الإسلام والمسلمين اللهم سلم أمتنا من أعداء اليهود والنصارى والمشركين يا جبار يا قهار يا جبار يا قهار يا جبار يا قهار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار اللهم اشف أمراضنا وأمراض والدينا وأمراض أولادنا وأمراض إخواننا وأخواتنا وأساتذتنا ظاهرا وباطنا يا شافي الأمراض إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون ولذكر الله أكبر والله يعلم ما تصنعون. അത്യാവശ്യം ഒരു കാര്യം നിങ്ങളെ അറിയിക്കാനുണ്ട്. നമ്മുടെ ഈരാറ്റുപേട്ട നഗരസഭയിൽ നിന്ന് അറിയിച്ചിട്ടുള്ളതാണ്. മൊത്തത്തിൽ